ഹലോ, വൈകുന്നേരം നല്ലൊരു കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പോള റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ കൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിന് താഴെയായിട്ട് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചിക്കനിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കൻ കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്കൊരു പാന് ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചിക്കന് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഫ്രൈ സാധാരണ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന പോലെ അത്രയും ബ്രൗൺ കളർ ആവണ്ട. ചിക്കന് ഏകദേശം 1/4 ഭാഗം വേവാകുമ്പോഴേക്ക് ഇതിലേക്ക് ചെറിയൊരു സവാള തീരെ കനം കുറഞ്ഞരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കന് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ ഇപ്പോൾ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. സവാളയൊക്കെ ചിക്കൻ്റെ അതേ ഒരു കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു ചായ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതേ അളവിൽ 1 ഗ്ലാസ് മൈദ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഈ ഒരു കടായിലാണ് നമ്മൾ ചിക്കൻ പോള തയ്യാറാക്കുന്നത്. കടായി നല്ലോണം ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ബേസ് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. അതിന് മുകളിലൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ചിക്കൻ ഇല്ലാത്ത ഭാഗത്തേക്കായിട്ട് കുറച്ച് മല്ലിയില ചെറുതാക്കി എരിഞ്ഞത് മുകളിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഴയൊരു പാന് അടിയിൽ വെച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുക്കാം. 20 മിനിറ്റ് ആയപ്പോഴേക്ക് നമ്മുടെ പോള സൈഡ് ഭാഗമൊക്കെ വിട്ടുവന്ന് സെൻറ്റർ കൂടി ഒന്ന് കുക്കാവാനുണ്ട്. ഇനിയൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ അടിഭാഗം. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമല്ല, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് കൊണ്ട് നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോള തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. വൈകുന്നേരം നല്ലൊരു ചൂട് കട്ടൻ ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും ബൈ.